നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ പോളിമോർഫിസം ആണ്. സോ പോളിമോർഫിസം എന്നതിൻ്റെ പോളി എന്നതിൻ്റെ അർത്ഥം മെനി, അതായത് മോർഫ് എന്നതിൻ്റെ അർത്ഥം ഫോംസ് എന്നാണ്. മെനി ഫോംസ് എന്നാണ് പോളിമോർഫിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇതിനെ നമ്മൾ സിമ്പിളായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പെർഫോം സിംഗിൾ ആക്ഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്, ഒരു കാര്യം നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് മുഖാന്തരം നമുക്കൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സോ ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. സോ ഉദാഹരണമായി നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരാളാണെന്ന് കരുതുക. സോ നമ്മളൊരു 3 സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ഡൽഹി, തമിഴ്നാട്, കേരളം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കും. അതുപോലെ നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ തമിഴിൽ സംസാരിക്കും. സോ നിങ്ങൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുമെന്ന് കരുതുക. സോ നിങ്ങളിവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ നിങ്ങൾ ഓരോ സ്ഥലത്തിനനുസരിച്ചും അവിടുത്തെ ലാംഗ്വേജിന് അനുസരിച്ച് നിങ്ങൾ അത് സംസാരിക്കുന്നു. സോ നിങ്ങൾ വ്യത്യസ്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പോളിമോർഫിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് ചെയ്യുന്ന കാര്യം തന്നെ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മുഖാന്തരം നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള ഈ 3 വഴിയിലൂടെ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തേത് മെത്തേഡ് ഓവർ റൈഡിങ്, രണ്ടാമത് മെത്തേഡ് ഓവർലോഡിങ്, മൂന്നാമത് ഓപ്പറേറ്റർ ഓവർലോഡിങ്. സോ ഈ 3ൻ്റെയും എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഹെറിറ്റൻസിൽ പഠിച്ച പോലെ തന്നെ കോഡ് റീയൂസബിലിറ്റിയാണ്. നമുക്ക് ഒരു പാരൻറ്റ് ക്ലാസ്സിൽ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചൈൽഡ് ക്ലാസ് ഉണ്ടെങ്കിലും അതിലെല്ലാം നമുക്ക് ആ കോഡ് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിനി പോളിമോർഫിസം എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് 3 എക്സാമ്പിളാണ്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്ന എക്സാമ്പിളാണ്. സോ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിളാണ്. സോ നമ്മൾ ആദ്യമായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ജാവ ക്ലാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റായി. സോ ഞാൻ ഇവിടെ ഒരു കമൻറ്റ് കൊടുക്കുന്നു, മെത്തേഡ് ഓവർ റൈഡിങ്. സോ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. പബ്ലിക് വോയിഡ്, ഫംഗ്ഷൻ്റെ പേര് ഞാൻ സ്പീക്കിംഗ് എന്ന് കൊടുക്കുന്നു. സ്പീക്കിംഗ് എന്ന് കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ ഞാൻ എഴുതുന്നത് നമ്മളൊരു മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ നേരത്തെ പോളിമോർഫിസത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ച ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് ശേഷം ഞാൻ മറ്റൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ഡൽഹി എന്ന് പറയുന്നൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾക്കറിയാം നമ്മൾ എക്സ്റ്റൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ്സായി ഡൽഹി മാറി. ഇനി ഇവിടെയാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒറിജിനൽ മെത്തേഡ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഈ മെത്തേഡിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ്. സോ നമ്മൾ ഇനി മെത്തേഡ് ഓവർ റൈഡിങ് വഴി ഈ ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന നമ്മൾ ഈ സ്പീക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ബോഡി ചേഞ്ച് ചെയ്യുന്നു. സോ നമ്മൾ ജസ്റ്റ് ഈ മെത്തേഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. സോ നോർമലി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് ഇതിനുള്ളിൽ ഞാൻ ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഈ ഡൽഹിയിലാണെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കും. സോ ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് കൊടുക്കുന്നു. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒറിജിനൽ മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മളിവിടെ ചേഞ്ച് ചെയ്തു. സോ അതിൻ്റെ ബോഡി നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തു. സോ ഇനി അതുപോലെ ഞാൻ ക്ലാസ് തമിഴ്നാട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ് ആയി കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ മേലത്തെ ഇതേ ഫംഗ്ഷൻ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുന്നു. സോ ഐ ക്യാൻ സ്പീക്ക് തമിഴ് എന്നായി കൊടുക്കുന്നു. അതുപോലെ നമ്മൾ മറ്റൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ് കേരള എക്സ്റ്റൻസ് ഇന്ത്യ. ഇവിടെയും നമ്മൾ ഈ ഒരു മെത്തേഡ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ തമിഴ് എന്നുള്ള ഭാഗത്ത് നമ്മൾ മലയാളം എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ മെത്തേഡ് ഓവർ റൈഡ് ചെയ്ത സ്ഥലങ്ങൾ നമ്മൾ ഡൽഹി എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിൽ മെത്തേഡ് ഓവർ റൈഡ് ചെയ്തു. അത് ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്നാക്കി. അതുപോലെ തമിഴ്നാട് എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലും നമ്മൾ മെത്തേഡ് ഓവർ റൈഡ് ചെയ്തു, ഐ ക്യാൻ സ്പീക്ക് തമിഴ് എന്നാക്കി.
കേരള എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലും നമ്മൾ മെത്തേഡ് ഓവർറൈഡ് ചെയ്തു. ഐ ക്യാൻ സ്പീക്ക് മലയാളം എന്നാക്കി. സോ മെത്തേഡ് ഓവർറൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒറിജിനൽ മെത്തേഡിനെ പാരൻറ്റ് ക്ലാസ്സിലുള്ള മെത്തേഡിനെ നമ്മൾ ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ ഓവർറൈഡ് ചെയ്ത് അതിലെ ബോഡി എല്ലാം മാറ്റുന്നു. സോ ഇതാണ് മെത്തേഡ് ഓവർറൈഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ മെത്തേഡിൽ വന്നതിന് ശേഷം നമ്മൾ 4 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിൽ P1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഇന്ത്യ. അതുപോലെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൽ തന്നെ P2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. സോ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡൽഹി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലാണ്. സോ നമ്മൾ ഡൽഹി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ് നെയിം ഇവിടെ കൊടുക്കുന്നു. അതുപോലെ നമ്മൾ വീണ്ടും ഇന്ത്യ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ് ഉപയോഗിച്ച് P3 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് തമിഴ്നാട് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലാണ്. തമിഴ്നാട് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന P4 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് കേരള എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലാണ്. സോ കേരള എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. സോ നമുക്ക് ഇനി ഓരോ ഒബ്ജക്റ്റ് ഉപയോഗിച്ചും നമുക്ക് സ്പീക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആക്സസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഈ ഇന്ത്യ എന്ന് പറയുന്നതിൽ ക്രിയേറ്റ് ചെയ്ത P1 ഉപയോഗിച്ച് നമ്മൾ ആക്സസ് ചെയ്യുന്നു. P1.speaking. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കിവിടെ കാണാം ഐ ക്യാൻ സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിൽ കൊടുത്ത റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ അതുപോലെ നമ്മൾ P2 ആണ് കൊടുക്കുന്നതെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓവർറൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് പറയുന്ന മെസ്സേജ് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് P3യും ചെക്ക് ചെയ്യാം. P3യിൽ നമുക്ക് തമിഴ്നാട്ടിലെ ഐ ക്യാൻ സ്പീക്ക് തമിഴ് എന്ന് പറയുന്ന മെത്തേഡിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നു. അതുപോലെ P4 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സ്പീക്ക് മലയാളം എന്ന് പറയുന്ന നമ്മൾ കേരള എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള മെത്തേഡ് ലഭിക്കുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്തത് ഒരേ സ്പീക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മൾ വിവിധ തരത്തിലാണ് ഉപയോഗിച്ചത്. പാരൻറ്റ് ക്ലാസ്സിലെ സ്പീക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡിനെ ഓവർറൈഡ് ചെയ്ത് നമ്മൾ അതിലെ ഇംപ്ലിമെൻറ്റേഷൻ ചേഞ്ച് ചെയ്തു. അതായത് അതിൻ്റെ ബോഡി നമ്മൾ ചേഞ്ച് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ ഓരോ ക്ലാസ്സിനും ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കി അത് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ ഇതാണ് പോളിമോർഫിസത്തിൽ മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറയുന്നതിനുള്ള ഒരു എക്സാമ്പിൾ. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ്. പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ വഴിയായ മെത്തേഡ് ഓവർലോഡിംഗ് എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ്. സോ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ മെത്തേഡ് ഓവർലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെയിം മെത്തേഡ് തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെയായിരിക്കും. സോ നമ്മളിവിടെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്തത് പാരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡിനെ നമ്മൾ ചൈൽഡ് ക്ലാസ്സിൽ ഓവർറൈഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഈ മെത്തേഡ് ഓവർലോഡിംഗ് നമ്മൾ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുന്നില്ല. സോ ഞാനിവിടെ മെയിൻ ക്ലാസ്സിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പബ്ലിക് വോയിഡ് സം എന്ന് പറയുന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിൽ ഞാൻ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ശേഷം ഞാൻ എസ് ഔട്ട് അതിൻ്റെ ബോഡിക്കുള്ളിൽ ഞാൻ A+B എന്ന് പറയുന്ന ഒരു റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു. അടുത്തതായി ഞാൻ ഈ ഒരു മെത്തേഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ 3 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ഇൻറ്റ് എക്സ് വൈ ഇസഡ് 3 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. സോ അതിനെ ഞാൻ x+y+z എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ 2 ഒരേ തരത്തിലുള്ള മെത്തേഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരേ ക്ലാസ്സിനുള്ളിലാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ വ്യത്യസ്ത പാരാമീറ്റേഴ്സ് ആയിരിക്കണമെന്ന് മാത്രം. സോ നമ്മൾ ഇതേ ഒരു ട്യൂട്ടോറിയൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ജാവ പ്രോഗ്രാമിൽ തന്നെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ ഞാൻ മൂന്നാമതൊരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സെയിം മെത്തേഡ് കോപ്പി ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഞാൻ $D, $E ഇവിടെ ഞാൻ ഉപയോഗിച്ചത് വ്യത്യസ്ത ഡാറ്റ ടൈപ്പാണ്. ഡബിളാണ് ഉപയോഗിച്ചത്. സോ ഇതിനുള്ളിൽ ഞാൻ D+E എന്ന് പറയുന്ന 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിനുള്ള ഒരു ഓപ്പറേഷൻ കൊടുക്കുന്നു. സോ നമ്മളിവിടെ ചെയ്തത് ഒരേ പേരിലുള്ള, അതായത് സം എന്ന പേരിലുള്ള 3 മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ മെത്തേഡിനുള്ളിൽ കൊടുത്തിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ വ്യത്യസ്തമായി കൊടുക്കണമെന്ന് മാത്രം. സോ നമ്മളങ്ങനെ പാരാമീറ്റേഴ്സ് വ്യത്യസ്തമായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ 3 ഫംഗ്ഷനെ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മെയിൻ ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മെയിൻ ന്യൂ മെയിൻ. സോ ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ 3 സം മെത്തേഡിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നു. ആദ്യമായി s.sum 2 സംഖ്യ കൊടുക്കുന്നു. 10, 20. സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം EAB എന്ന് പറയുന്ന 2 വേരിയബിൾ ഇവിടെ അസൈൻഡ് ആയി ഓട്ടോമാറ്റിക്കായിട്ട്. സോ നമ്മളിവിടെ കൊടുത്ത ആദ്യത്തെ മെത്തേഡിലെ ഈ 2 പാരാമീറ്ററിലോട്ട് ഈ വാല്യൂ പാസ് ചെയ്യുന്നു. സോ അതുപോലെ നമുക്ക് രണ്ടാമത്തത് ആക്സസ് ചെയ്ത് നോക്കാം. s.sum
സം നമ്മളിവിടെ 3 സംഖ്യ കൊടുക്കുന്നു 100, 200, 300. സോ നിങ്ങൾക്കിവിടെ കാണാം XYZ എന്ന് പറയുന്ന വേരിയബിൾസ് ഇവിടെ അസൈൻഡ് ആയി. സോ നമ്മൾ ഇവിടെ ഇൻറ്റ് XYZ എന്ന് പറയുന്ന ഈ പാരാമീറ്റേഴ്സിലോട്ട് ഇത് വാല്യൂ പാസ് ചെയ്യുന്നു. സോ നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് കൂടി ഒന്ന് ആക്സസ് ചെയ്യാം. s.sum. ഇവിടെ നമ്മൾ ഡബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് പോയിൻ്റുള്ള സംഖ്യ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. 1.5, 2.5. സോ നമ്മൾ പോയിൻ്റുള്ള സംഖ്യ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ DE എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ അസൈൻഡ് ആവുന്നു. സോ DE എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളിവിടെ പാരാമീറ്റേഴ്സ് ആയി കൊടുത്തത്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യയുടെ 10 + 20 എന്ന് പറയുന്ന സംഖ്യ കൂട്ടിയിട്ടുള്ള 30 എന്ന് ലഭിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ 100 + 200 + 300 600 ലഭിക്കുന്നു. മൂന്നാമത്തത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് 1.5 + 2.5 4.0 ലഭിക്കുന്നു. സോ നമ്മളിവിടെ ചെയ്തത് ഒരേ പേരിലുള്ള മെത്തേഡിനെ നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, പക്ഷേ വ്യത്യസ്ത പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്ന് മാത്രം. സോ ഇങ്ങനെ നമുക്ക് സെയിം മെത്തേഡിനെ ഒരേ ക്ലാസ്സിനുള്ളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നമുക്ക് പോളിമോർഫിസത്തിൽ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് വിളിക്കാം. സോ ഇതേ രൂപത്തിൽ നമുക്ക് മെത്തേഡ് ഓവർലോഡിംഗ് വഴി പോളിമോർഫിസം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിമോർഫിസത്തിലെ തന്നെ മൂന്നാമത്തേതായ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. സോ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓപ്പറേറ്റർ തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരേ ഓപ്പറേറ്റർ നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ 2 സ്ട്രിങ്സ് അല്ലെങ്കിൽ 2 ടെക്സ്റ്റുകൾ തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യുന്നതിന് അഥവാ യോജിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ ഇൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 10 + 20 എന്ന് കൊടുക്കുന്നു. സോ നമുക്കറിയാം 10 + 20 എന്നത് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 30 എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഉദാഹരണമായി ഞാനിവിടെ സ്ട്രിങ് S1 എന്ന് കൊടുത്ത ശേഷം ഞാൻ ജോൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ സ്ട്രിങ് S2 എന്ന് കൊടുത്ത ശേഷം ഞാൻ സ്മിത്ത് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ S1 എന്ന വേരിയബിളിലോട്ട് ജോൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തു. S2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്മിത്ത് എന്ന് പറയുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഈ 2 ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. സോ എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഞാനിവിടെ S_out S1 + S2 എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 30 എന്ന് ലഭിക്കും. ആദ്യത്തെ 10 + 20, രണ്ടാമത്തത് നമുക്ക് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ടെക്സ്റ്റായി ലഭിക്കും. സോ നമ്മളിവിടെ ചെയ്തത് ഈ ഒരു പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ 2 ടെക്സ്റ്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചു. സോ നമ്മൾ ഇവിടെ ഓരോ ഓപ്പറേറ്റർ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. സോ C++ലെ പോലെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നതിനുള്ള ഒരു എക്സാമ്പിൾ.